സമരം സിന്ദാബാദ്, സമരം സിന്ദാബാദ്, സിന്ദാബാദ്, സിന്ദാബാദ്. നേടിയവരാണ് അവകാശങ്ങൾ നേടിയവരാണ് അവകാശങ്ങൾ നേടിയവരാണ് അവകാശങ്ങൾ നേടിയവരാണ്. പ്രിയങ്കരനായ അധ്യക്ഷൻ, കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ ടി അനിൽകുമാർ, ജനറൽ സെക്രട്ടറി ശ്രീ വി ഗോപകുമാരൻ നായർ, ട്രഷറർ ശ്രീ കെ പി രമേശൻ, ബഹുമാന്യരായ ഇന്നത്തെ ഈ സമര പരിപാടിയിൽ അണിചേർന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, തികച്ചും ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ സമരവുമായി കടന്നു വരുന്നത്. വളരെയേറെ സാമൂഹ്യമായ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് നിങ്ങളുടേത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പ്രളയകാലത്ത് തകർന്നുപോയ വീടുകൾ, നശിച്ചുപോയ വയറിങ്ങുകൾ, ഇതെല്ലാം സൗജന്യമായി അതെല്ലാം തിരികെ സ്ഥാപിച്ചു നൽകിയിട്ടുള്ള നിങ്ങളുടെ സേവനങ്ങൾ തീർച്ചയായും സമൂഹം എല്ലാ കാലത്തും വിലമതിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അസോസിയേഷൻ കേരളത്തിലെ സമ്പൂർണ്ണ വൈദികരണം എന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ പരിപാടിയുമായി നിങ്ങൾ നടത്തിയിട്ടുള്ള സഹകരണങ്ങൾ, സമ്പൂർണ്ണ വൈദികരണ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും സൗജന്യമായി തന്നെ ധാരാളം സേവനങ്ങൾ നൽകിയിട്ടുള്ളതാണ്. അങ്ങനെ എല്ലാ കാലത്തും സാമൂഹ്യ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ചിട്ടുള്ള നിങ്ങളുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിരവധിയായിട്ടുള്ള ആവശ്യങ്ങളുമായിട്ടാണ് സെക്രട്ടേറിയറ്റ് കവാടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. നിങ്ങൾ ഉന്നയിക്കുന്ന മുഴുവൻ ആവശ്യങ്ങളും ചർച്ച ചെയ്യാനെങ്കിലും അടിയന്തരമായി സർക്കാർ തയ്യാറാകണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങൾ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റുമെല്ലാം ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഒന്ന്, ലൈസൻസ് എടുത്ത് 5 വർഷം കഴിഞ്ഞാലും അവർക്ക് സൂപ്പർവൈസറായിട്ട് പ്രൊമോഷൻ കിട്ടുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലില്ല. അത് അടിയന്തരമായി 5 വർഷം കഴിഞ്ഞവരെ വൈസർമാരായിട്ടുള്ള ലൈസൻസ് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കേണ്ടതാണ് ഗവൺമെന്റ്. അതോടൊപ്പം തന്നെ ക്ഷേമനിധി, എല്ലാവർക്കും ഇന്ന് ക്ഷേമനിധി ഉണ്ട്. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ 1000 വിഭാഗങ്ങൾ അതിനകത്തുണ്ട്. എന്നാൽ ഇന്ന് ഒരു ക്ഷേമനിധി, കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി, സർക്കാർ അതിലുള്ള ഫണ്ട് മുഴുവനും എടുത്തുകൊണ്ടുപോയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പെൻഷനാകുന്ന ആർക്കും 10 പൈസയും കിട്ടാത്തൊരവസ്ഥയാണ്. പെൻഷൻ പോലും കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ പെൻഷൻ കിട്ടിയിട്ട് ഏകദേശം 10-18 മാസക്കാലം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൊണ്ട് ആ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്ന് മാറ്റി പ്രത്യേകമായ ഒരു ക്ഷേമനിധി കൊണ്ടുവരണം എന്നുള്ള നിങ്ങളുടെ ആവശ്യം തീർച്ചും ന്യായമാണ്. ഈ ഭരണ നിയമസഭാ സമ്മേളനത്തിൽ തീർച്ചയായും നിങ്ങൾക്ക് പ്രത്യേകമായ ക്ഷേമനിധി ഏർപ്പെടുത്തണമെന്നുള്ള ആവശ്യം ഞങ്ങൾ ഉന്നയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ നമ്മുടെ യൂണിയനുമായി ബന്ധമില്ലെങ്കിലും ബഹുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ സുപ്രധാനമായ മറ്റൊരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അത് പുതുതായി കണക്ഷൻ എടുക്കുന്ന ആളുകൾ നൽകേണ്ടുന്ന സർവീസ് ചാർജുകൾ ഭീമമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പോസ്റ്റിന്റെ അത് ഉൾപ്പെടെയുള്ള ചാർജുകൾ വളരെ ഭീമമായി വർദ്ധിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയാത്ത ഒരു നിലയിലേക്ക് ഇത് എത്തിച്ചേർന്നിരിക്കുകയാണ്. അനധികൃതമായിട്ടുള്ള വയറിംഗ് ചെയ്യുന്ന ആളുകൾ, ലൈസൻസ് ഇല്ലാതെ വയറിംഗ് ചെയ്യുന്ന ആളുകളെ നിയന്ത്രിക്കാനുള്ള ശക്തമായ നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്നുള്ള ഒരു വസ്തുതയും ഈ സമരത്തിന്റെ ഭാഗമായി നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതാണ്. തീർച്ചയായും ഇത്തരം ആവശ്യങ്ങളെല്ലാം അടിയന്തരമായ പരിഹാരം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഈ പോരാട്ടത്തിന് എല്ലാ വിധത്തിലുമുള്ള പിന്തുണ അറിയിച്ചുകൊണ്ട് ഈ ധർണാ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.